സതീശനെ മുന്നിൽ നിർത്തിയാൽ കോൺഗ്രസിനുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾ ഇതാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. UDF-ന് ഈ പന്നനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ മുന്നിൽ നിർത്താൻ എന്ന്. പറവൂരിൽ കൂടെ നടന്ന പഴയ ഒരു മണി ചെയിൻ തട്ടിപ്പുകാരൻ, സകല തൊട്ടിത്തരങ്ങളും ആഭാസത്തരങ്ങളും കാണിച്ചു നടന്നവൻ, ഉമ്മൻചാണ്ടിയെ അടക്കം തേങ്കണിയിൽ പെടുത്തുവാൻ ശ്രമിച്ചവൻ, കോൺഗ്രസിന്റെ മികവുറ്റ നേതാക്കളെ അടക്കം ഒതുക്കിക്കളഞ്ഞവൻ, UDF പഞ്ചാലിയെ മുന്നിൽ നിർത്തി അവരെ ഉപയോഗിച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ തേൻകണിയിൽപ്പെടുത്തി ബന്ദിയാക്കിയവൻ, പിണറായിയുടെ അടിമയായി നിന്ന് സകല കള്ളത്തരങ്ങൾക്കും കഴിഞ്ഞ 5 വർഷം കുടപിടിച്ചവൻ, യാതൊരു ഗുണവും മണവുമില്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ വെറുതെ ഇരുന്ന് ഉറങ്ങിയവൻ, കഴിഞ്ഞ 25 വർഷത്തിനിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ കാര്യം പോലും ചെയ്യാത്തവൻ, പുനർജനി തട്ടിപ്പു വീരൻ, കോൺഗ്രസിലെ തന്നിലേക്ക് മാത്രം ഒതുക്കുവാൻ ശ്രമിക്കുന്ന ഒതുക്കീശൻ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ സിൻഡ്രോം ബാധിച്ച അൽപ്പൻ, കോൺഗ്രസിനെ ബാധിച്ച ക്യാൻസർ എന്നിങ്ങനെ എത്രയോ വിശേഷണമുള്ള ഈ സോഷ്യൽ സൈക്കോപാത്തിനെ മുന്നിൽ നിർത്തിയാൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടാകാൻ പോകുന്ന ദുരന്തം എന്തൊക്കെയാണെന്ന് വളരെ വിശദമായി വിശദീകരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനും കൂടിയായ ഡോക്ടർ തോമസ് ഫ്രം USA. ഡോക്ടർ തോമസിൻ്റെ ചിന്തോദ്ദീപകങ്ങളായ വാക്കുകളിലേക്ക്. നമസ്കാരം, ഞാൻ ഡോക്ടർ തോമസ് USA-യിൽ നിന്ന്. ഇപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് ഇടാനുള്ള 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് VD സതീശനെ കുറിച്ച് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രാരംഭമായിട്ട് തന്നെ പറയട്ടെ, മുമ്പ് ഞാൻ വോയിസിലൊക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ കൂട്ട് തന്നെ VD സതീശനോട് വ്യക്തിപരമായിട്ട് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുമില്ല, യാതൊരു ഇടപാടും അദ്ദേഹത്തോടില്ല. അദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യനാണെന്നാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നപ്പോഴുള്ള ആ പെർഫോമൻസ് നമ്മളെല്ലാം നിരാശപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ പ്രാരംഭമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തെ തന്നെ ഇപ്പം നമ്മൾ സുനിൽ സാറ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ എത്രയോ നമ്മളിപ്പം സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഓപ്പോസിഷൻ ലീഡർ, പിന്നെ VD സതീശൻ എന്ന് പറയുന്നതായ ആ പ്ലാറ്റ്ഫോമിൽ കൂടെയൊക്കെ എത്രയോ റീലുകളാണ് അതിനുവേണ്ടി ക്യാമറമാൻമാരെ ആക്കി വെച്ചിരിക്കുന്നു. ഒരുപാട് റീലുകൾ, ആയിരക്കണക്കിന്, കോടിക്കണക്കിനെന്ന് സുനിൽ സാർ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അത് ശരിയാണ് ഒരു വിധത്തിൽ. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ പണം മുടക്കുന്ന ആരാണെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. എത്രയോ റീലുകളാണ് ഇറങ്ങുന്നത്. അത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും നല്ലതല്ല. നമ്മളത് ബഹുമാനപ്പെട്ടതായ ലീഡറിൽ നിന്നോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയിൽ നിന്നോ ഒന്നും കണ്ടിട്ടില്ല. അവർക്ക് അവരെ പ്രൊജക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അവർ തന്നെ ഒരു തുറന്ന പുസ്തകമായിരുന്നു. അവർ നിൽക്കുന്നിടത്ത് ലീഡേഴ്സ് കൂടുമായിരുന്നു, അവർ നിൽക്കുന്നിടത്ത് ആളുകൾ ഓടിക്കൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറൊക്കെ ഒരു സിറ്റിയിൽ വരുമ്പോൾ ആളുകൾ ഇച്ഛ കൂടുന്ന പോലെ ഓടിക്കൂടുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം, അദ്ദേഹത്തിൻ്റെ ഒരു ചിരി, അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റൻസ് ഒന്ന് കേൾക്കാൻ വേണ്ടി ആളുകൾ കൊതിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ടോപ്പ് ലീഡേഴ്സ് കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഒരു മന്ത്രി പോലും അദ്ദേഹം ആയിട്ടില്ല. അങ്ങനെ ഒരാൾ ഒരു ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ, ഇദ്ദേഹത്തെക്കുറിച്ചുള്ളതായ പബ്ലിസിറ്റി, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ 2-3 മെസ്സേജാണ് അദ്ദേഹം നൽകുന്നത്. ഒന്ന്, ഹൈക്കമാൻഡിനെ അല്ലെങ്കിൽ കനകോലുവിനെ ധരിപ്പിക്കുകയാണ് കേരളത്തിൽ കൂടുതൽ ജനസമ്മതിയുള്ള നേതാവ് ഞാനാണ്. പിന്നെ കോൺഗ്രസ്സിലുള്ള ആളുകളെ തന്നെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള അവരുടെ ഇടയിൽ തന്നെ ഞാനാണ് അടുത്ത CM എന്നുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ഞാനിപ്പോൾ സംസാരിക്കുന്നത് NRI-യുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയിലും ഇവിടെ തന്നെ ഞങ്ങൾ പല ആളുകളോടും സൗഹൃദ വലയത്തിൽ ഇവിടെയും മറ്റു രാജ്യങ്ങളിൽ ഉള്ളവരോടും സംസാരിച്ചിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. എൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായം, VD സതീശനെ മുൻപോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്തോറും
കോൺഗ്രസ്സിനും UDFനും അത് വലിയ അപകടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ഈ പറയുന്നല്ലോ ടീം യു ഡി എഫ് അദ്ദേഹം അത് പറയുന്നത് അങ്ങ് നിർത്താൻ പറഞ്ഞു. കാരണം ഈ UDF എന്ന് പറയുന്നത് തന്നെ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അതൊരു യുണൈറ്റഡ് ഫോമാണ്. അടുത്ത CM ആയിട്ട് ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് UDFൻ്റെ അർത്ഥം അറിയത്തില്ലേ പിന്നെ എന്താണ്? അദ്ദേഹം എന്തിനാണ് ടീം UDF എന്ന് പറയുന്നത്? ടീം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ടീം UDF എന്ന് പറയുന്നത്. UDF എന്ന് പറയുന്നത് തന്നെ യുണൈറ്റഡ് എന്നാണ്, എല്ലാവരും ഒന്നിച്ചെന്നുള്ള ഒരു ടീം എന്നുള്ള അർത്ഥമാണ് ആ പേരിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം ഒരു പുതിയ ഒരു ഐഡിയോളജി കൊണ്ടുവരികയാണ്, മനസ്സിലായോ? ടീം UDF എന്ന് ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ അതിൻ്റെ ക്യാപ്റ്റനാണ് പുള്ളി എന്നുള്ള ഒരു ഐഡിയോളജി അദ്ദേഹം കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ സാറേ നാണം തോന്നുന്നു. കാരണം ഇദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്ന ക്യാമറാമാന്മാർ ഇദ്ദേഹത്തിൻ്റെ ജാഥ ഓരോ സ്ഥലങ്ങളിലും വരുമ്പോൾ ജാഥയുടെ ആളുകൾ വരുന്നതോ അല്ലെ മറ്റുള്ള നേതാക്കന്മാരെ അല്ല പിടിക്കുന്നത്, ഇദ്ദേഹത്തെ ഇങ്ങോട്ടിലെ ഊഞ്ഞാലിലാട്ടുന്നത് പോലെ അല്ലെ തൊട്ടിയിൽ നിന്ന് കുഞ്ഞിനെ എടുക്കുന്നത് പോലെ ഇദ്ദേഹത്തെ ആളുകൾ കുറച്ച് പേര്, അത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം തന്നെ അസൈൻ ചെയ്ത ഒരു 10, 50, 100 പേര് കാണും. അവർ ഈ എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നുണ്ടായിരിക്കും എങ്ങനെയെങ്കിലും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഭയങ്കര ഒരു 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 പണമിറക്കിയുള്ളൊരു കളിയാട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലായിടത്തും കുറച്ച് ആളുകൾ ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് എടുത്ത് കയറ്റുകയാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി സാറൊക്കെ വരുമ്പോൾ അങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തെയൊക്കെ എടുത്തിങ്ങനെ ചില സാഹചര്യത്തിൽ ആവേശം കൂടുമ്പോൾ വിജയമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ എടുക്കുമായിരിക്കും. ഈ ജാഥ നടത്തുന്ന ഒരാളെ ഇദ്ദേഹത്തിനകത്ത് നടക്കാൻ കാലിന് പ്രശ്നം വല്ലതും ഉണ്ടോ എനിക്കറിയത്തില്ല. അദ്ദേഹത്തെ എടുത്തു കയറ്റുന്നത്, നമ്മുടെ കൊച്ചു പിള്ളേരെയൊക്കെ എടുത്തു കയറ്റുന്നത് ഒരു വളരെ മോശമായ ഒരു രീതിയാണ്. കാരണം ഞാൻ ഈ രാജ്യത്തും പല രാജ്യങ്ങളിലും നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഫ്രാൻസിൻ്റെയൊക്കെ പ്രൈം മിനിസ്റ്ററൊക്കെ ആണെങ്കിൽ അദ്ദേഹം സിമ്പിളായിട്ട് ഇറങ്ങി നടക്കുന്നത്, അല്ലെ നടക്കാൻ പോകുന്നു, അല്ലെ ബൈസൈക്കിളിൽ പോകുന്നു, ഓരോ റെസ്റ്റോറൻറ്റിൽ പോയി നടന്ന് ആളുകൾ സംസാരിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇതെന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്? വളരെ മോശമല്ലേ? അത് കോൺഗ്രസ്സിനോ UDFനോ നന്നായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു ജാഥ നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ജാഥ നടത്തേണ്ടത് ആരാണ്? ജാഥ നടത്തേണ്ടത് ആക്ച്വലി UDF ആണ് ജാഥ നടത്തേണ്ടത്, അല്ലെ KPCC ആണ് ജാഥ നടത്തേണ്ടത്. അപ്പോൾ ആ ജാഥ നടത്തുമ്പോൾ ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള 2-3 പേരുണ്ട്. ഈ ഇലക്ഷൻ്റേതായിട്ടുള്ള ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന 3 പേര് നമുക്കറിയാമല്ലോ ആരൊക്കെയാണ്. ശശി തരൂര്, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ KC വേണുഗോപാൽ. ആ ഒരു 3 പ്രധാനപ്പെട്ട ആളുകളിൽ ഇദ്ദേഹമില്ല. അപ്പോൾ അവരല്ലേ ഇതിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിന് ലീഡർഷിപ്പ് കൊടുക്കേണ്ടത്? അവരാണല്ലോ മുമ്പോട്ട് വരേണ്ടത്. അവർ KPCC നടത്തുന്ന ജാഥയിൽ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിലുള്ളൊരു ഒരു പ്രൊമോഷൻ, ആ രീതിയിലല്ലേ അവരൊരു പ്രചരണം നടത്തേണ്ടത്. ഇപ്പം ഇദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചാലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ മോശമാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞങ്ങളെല്ലാം ഇവിടുന്ന് വാച്ച് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് പറയാനൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെതായ ഫേഷ്യൽ ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആക്ഷൻസ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഇതൊന്നും കേരളത്തെ രക്ഷിക്കാൻ, അല്ലെ കേരളത്തിന് എക്കോണമിക്കലി പൊളിറ്റിക്കലി കേരളം എന്ന കമ്മ്യൂണിറ്റിക്ക് ഒരു വികസനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള യാതൊരു കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കൂടെ വരുന്നില്ല. അദ്ദേഹം ജസ്റ്റ് ഭരണകക്ഷിയെ അല്ലെങ്കിൽ ശബരിമല ഇഷ്യൂ ഒക്കെ എടുത്ത് കുറച്ച് വിമർശിക്കുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് UDF എന്താണ് മുൻപോട്ട് വെക്കുന്നത് എന്ന് വ്യക്തമായിട്ടുള്ളൊരു വിഷനോടുകൂടി അദ്ദേഹത്തിന് പറയുവാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊരു വലിയ പോരായ്മ തന്നെയാണ്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഇദ്ദേഹത്തെ എത്രമാത്രം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു അത്രമാത്രം അത് UDFന് പരാജയമായിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം അത് മാത്രമല്ല പറഞ്ഞത്, ഒരു CM കാൻഡിഡേറ്റായിട്ട് പരിഗണിക്കാവുന്ന ഒരാളല്ല VD സതീശൻ എന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു MLA ആകാൻ കഴിയും, ഒരു മന്ത്രിയായിട്ടിരിക്കാൻ പോലും ഉള്ളൊരു യോഗ്യത അദ്ദേഹത്തിനില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. അവിടം കൊണ്ട് അടങ്ങിക്കൊണ്ട് അദ്ദേഹം ദയവ് ചെയ്ത് ഈ കോൺഗ്രസിനെയും UDFനെയും പ്രതിസന്ധിയിലാക്കൽ എന്നുള്ളൊരു എളിയ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഞാനിത് പറയുന്നത് അദ്ദേഹത്തോടുള്ള വിരോധം കൊണ്ടല്ല, കേരളത്തോടും നമ്മുടെ കമ്മ്യൂണിറ്റിയോടും നമ്മുടെ സുഹൃത്തുക്കളോടും
ഫ്രണ്ട്സിനോടും നമ്മുടെ ഫാമിലികളോടുമുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ദ മോർ വി പ്രൊജക്റ്റ് വി ഡി സതീശൻ ആൻഡ് ദ മോർ വി വിൽ എൻഡ് അപ്പ് ഇൻ ട്രബിൾ. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അങ്ങനെ ഞാനൊരു ഇൻട്രഡക്ഷനായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ റീസൺ ക്ലിയറായിട്ട് തന്നെ ഞാൻ പറയാം. അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ടോ കെ കരുണാകരനെ പോലെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെയോ കെ ആൻ്റണിയെ പോലെയോ പ്രവർത്തിച്ചുള്ള ഒരു ചീഫ് മിനിസ്റ്റർ പോസ്റ്റിൽ വന്നിരുന്നുകൊണ്ട് കേരളത്തെ മുമ്പോട്ട് നയിക്കാനുള്ളതായ ഒരു വിഷൻ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹത്തെ നമുക്കതിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒപ്പോസിഷൻ ലീഡറായിട്ട് ഇരുന്ന സമയത്ത് തന്നെ ആ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ നിയമസഭയെ മാത്രം വന്ന് കാണാതെ പഠിച്ചൊരു പ്രസംഗമൊക്കെ പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ശക്തമായി ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാനോ ന്യായമായ രീതിയിലുള്ള സമരങ്ങൾ യൂത്ത് കോൺഗ്രസിനെയോ അല്ലെങ്കിൽ KSUവിനെയോ ഉപയോഗിച്ച് ന്യായമായിട്ടുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുവാൻ, പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കുറേ പ്രസ്താവനകൾ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിയമസഭയിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കോറായിട്ടുള്ള കാതലായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചല്ല, അതിൽ പ്രത്യേകിച്ചും പിണറായി വിജയനെക്കുറിച്ച് വരുന്ന ആ വിഷയങ്ങളിലൊന്നും ശക്തമായിട്ടുള്ളൊരു എതിർപ്പ് അദ്ദേഹം സംഘടിപ്പിച്ചില്ല, എതിർത്തില്ല എന്ന് മാത്രമല്ല സുഗമമായിട്ട് പിണറായിക്ക് ഭരിക്കുവാനുള്ള ഒരു അവസരം ഇദ്ദേഹമാണ് ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് ഒരു അടുത്ത ലീഡറായിട്ട് നമ്മൾക്ക് അദ്ദേഹത്തെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുമാത്രമല്ല, ഈ പ്രതിപക്ഷ നേതാവായിട്ട് ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പോരാ എന്നുള്ള വിമർശനം ഒരു 4 വർഷം ഉണ്ടായിട്ടും അദ്ദേഹം അനങ്ങിയില്ല. ഒരു 4-4.5 വർഷം വരെ. ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് വിമർശനം ഇച്ചിരി കൂട്ടുന്നുണ്ട് അദ്ദേഹം. അത് പർപ്പസ്ലി ഉള്ള ഒരു ടാക്റ്റിക്കാണ്. അതും പറയേണ്ട വിഷയങ്ങളെക്കുറിച്ചല്ല, ചില വിഷയങ്ങൾ മാത്രം, ഇപ്പം പിണറായി വിജയനെയോ അല്ലെങ്കിൽ മന്ത്രിസഭയെ ബാധിക്കാത്ത രീതിയിലുള്ള ചില വിഷയങ്ങൾ എടുത്ത് മാത്രം അദ്ദേഹം സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം അടുത്ത ഒരു CM ആവുകയല്ല. അതിന് പുള്ളിക്ക് സാധിക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് അടുത്ത ഒരു ഓപ്പോസിഷൻ ലീഡർ ആകണമെങ്കിൽ കോൺഗ്രസിനെ ഒരു പരാജയത്തിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടിയുള്ള ലക്ഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടിയാണ് അദ്ദേഹം ആദ്യം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിലെല്ലാം വിജയങ്ങൾ ഉണ്ടാകാൻ വേണ്ടി UDFനെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് വി ഡി സതീശനല്ല. എല്ലാവരും പറയും നിലപാടുകളുടെ രാജകുമാരനാണ്, അദ്ദേഹം ചാണക്യനാണ്. അങ്ങനൊന്നും ആർക്കും തോന്നില്ല, അങ്ങനെ ബുദ്ധിയുള്ള ആർക്കും തോന്നുകയല്ല. ഇദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ടോ, അല്ലെങ്കിൽ നിലപാടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അൻവറിനെ ആദ്യം എടുക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം തന്നെ പോയി മാലയിട്ട് സ്വീകരിച്ചല്ലോ. അദ്ദേഹത്തിൻ്റേതായ പോലെ പിന്നെ സമുദായ നേതാക്കന്മാരുടെ അടുക്കൽ തിണ്ണനിരങ്ങാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പോകുന്നു. അപ്പോൾ നിലപാടില്ലാത്തൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. പിന്നെ ചാണക്യൻ എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ ചാണക്യ ബുദ്ധി കൊണ്ടൊന്നുമല്ല ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിട്ടുള്ളത്. ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, ചാണ്ടി ഉമ്മൻ, ഇങ്ങനെ അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ ഫിറോസ്, ഇവരെല്ലാം കൂടെ ചേർന്ന് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവർക്ക് കുടുംബങ്ങളെയും സ്ത്രീകളെയും പിന്നെ അതുപോലെ ചെറുപ്പക്കാരെയൊക്കെ കയ്യിലെടുക്കാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് വിജയം ഉണ്ടായത്. അല്ലാതെ വി ഡി സതീശൻ്റെ ഒരു കഴിവുകൊണ്ടൊന്നുമല്ല. അപ്പോൾ ഈ KPCCക്കൊന്നും യാതൊരു പ്രസക്തി ഇല്ലെന്നാണോ ഇദ്ദേഹം പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ വിജയം ഉണ്ടാകുവാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ, യങ് ലീഡേഴ്സിൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു. അത് പുള്ളി ആദ്യം തന്നെ മണ്ടയോടുകൂടി അങ്ങ് ഓടിച്ചു. അതിൽ പ്രധാനപ്പെട്ട നടുന്തൂണായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ അദ്ദേഹത്തെ ആക്രമിച്ചു. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നു, കോടതികളുടെ വിധികൾ കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടുക. കാരണം കോടതിക്ക് പോലും ഈ ഉന്നയിക്കപ്പെട്ട പരാതികളിൽ അതിൽ റേപ്പ് നിലനിൽക്കത്തില്ലെന്ന് ബഹുമാനപ്പെട്ട കോടതികളെല്ലാം വിധിച്ച് അവർ ജാമ്യം കൊടുത്തു. ഇനി അത് ട്രയലിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ കോടതി സംശയം ഉന്നയിച്ചിട്ടും അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള യാതൊരു വിധത്തിലുള്ള ചർച്ചയോ നടക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ രാഹുലിനെതിരെ ഇവിടെ പാലക്കാട് കെ മുരളി തന്നെ നിർത്തുന്നു എന്നൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒതുക്കി ഷാഫിക്കെതിരെയും തിരിഞ്ഞതാണ്. എന്നാൽ അദ്ദേഹത്തെ തൊടാനായിട്ട് പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജനസമ്മതി ഭയങ്കരമാണ്. അദ്ദേഹം വിചാരിക്കുന്നതിനേക്കാൾ 10,000 കണക്കിന് മടങ്ങ് ഉയരത്തിലാണ്. അതുകൊണ്ട് തൊടാൻ പറ്റില്ല.
അപ്പോൾ ഈ അടുത്ത ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി അവർ ആ യങ്സ്റ്റേഴ്സ് ഇറങ്ങി പ്രവർത്തിച്ചിരുന്നെങ്കിൽ പിണറായിക്ക് നിലം തൊടാനായിട്ട് പറ്റില്ലായിരുന്നു. ഇപ്പം ഇദ്ദേഹം ഒന്നും ചെയ്യേണ്ടായിരുന്നു. ഇദ്ദേഹം ജാഥയും നടത്തണ്ട, ഇദ്ദേഹം ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും വേണ്ട. ഇവർ ചെയ്യേണ്ടത് ഇവർ യൂണിറ്റിയായിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇവർ ഐക്യതയോടുകൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു. കാരണം ഹൈക്കമാൻഡ് പറഞ്ഞാണ് ഇലക്ഷൻ കഴിയുമ്പോൾ ഉചിതമായിട്ടുള്ള ജയിച്ചു വന്നു കഴിയുമ്പോൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തോളാം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ ഇദ്ദേഹം ആയിരിക്കും എന്നുള്ളൊരു ഇമ്പ്രഷൻ കൊടുത്ത് ഒരുപാട് റീൽസ് ഇട്ട് പരസ്യം കൊടുത്ത് പേ ചെയ്ത് ഇൻ്റർവ്യൂകളൊക്കെ നടത്തി അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇവരൊരു യൂണിറ്റിയിൽ പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി ഗവൺമെൻറ് ഇനിയും ഒരു തുടർഭരണം ഉണ്ടാകുമെന്ന് കേരളത്തിലുള്ള ഒരു സർവേ നമ്മൾ നടത്തി കഴിഞ്ഞാൽ 100-ൽ 85% ആളുകളും ഇടതുപക്ഷത്തുള്ളവർ വരെ പറയും, ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ നേതാക്കൾ പറയും വേണ്ട ഇനി ഒരു തുടർഭരണം വേണ്ട, പിണറായി വേണ്ടായി എന്നവർ നെഞ്ചത്ത് കൈവച്ച് പറയും. അപ്പം ഈ ഭരണവിരുദ്ധ വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. UDF ഒന്നും ചെയ്യേണ്ട, അവർ ഐക്യമായിട്ട് പോയാൽ മാത്രം മതി, ജയം ജനങ്ങൾ തളികയിൽ കൊയ്വെച്ച് കൊടുക്കും. പക്ഷേ അതിന് ഈ VD സതീശൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം എല്ലാം കൊണ്ട് എറിഞ്ഞ് ഉടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളൊരു മത്സരം നമുക്ക് അവർ വാഗൊണ്ട് പറയുന്നില്ലെങ്കിലും നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. ഇവർ രണ്ടുപേരും ഇവർ നരച്ച തലയുള്ളവരാണെങ്കിലും രമേശും ഇവരെല്ലാം ബ്യൂട്ടി പാർലറിൽ പോയി കറുപ്പിച്ച് വളരെ ഫേഷ്യലൊക്കെ ചെയ്ത് ആണ് ഈ മീഡിയയുടെ മുമ്പിലൊക്കെ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ശക്തമായിട്ട് മത്സരിക്കുന്നുണ്ട്. വേണുഗോപാലും മത്സരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെ രംഗത്തേക്ക് ഇറങ്ങണമെന്നങ്ങോട്ട് പറ്റുന്നില്ല. ശശി തരൂർ മാത്രമേ ഉള്ളൂ മത്സരത്തിനായിട്ട് മുമ്പോട്ട് ഇറങ്ങാത്തത്. കാരണം അദ്ദേഹത്തിനൊരു ഡിഗ്നിറ്റി ഉണ്ട്, ഡീസൻസി ഉണ്ട്. വേൾഡ് ലെവലിൽ പല രാജ്യങ്ങളിൽ പോയി കാര്യങ്ങൾ കണ്ടും UN-ലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു അനുഭവം ഉള്ളതുകൊണ്ടും നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായതുകൊണ്ടും അദ്ദേഹം ഈ ചീഞ്ഞ പൊളിറ്റിക്സിന് വേണ്ടി ഇറങ്ങുകയല്ല എന്നുള്ള വാസ്തവം. UDFന് അധികാരത്തിൽ വരണമെന്നുള്ള എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഇങ്ങനെ ഈ ആളുകൾ കുഞ്ഞുങ്ങളെ എടുക്കുന്ന പോലെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പരിപാടി നിർത്തണം. ഇദ്ദേഹത്തിന് ഇനിയൊരു ജാഥ കഴിവതും കൊടുക്കരുത്. അത് മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും, പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് ഇദ്ദേഹത്തോട് ഈ റീൽസ് ഇടുന്നതെന്ന് ഇത് കണ്ട് ജനം മടുത്തിരിക്കുകയാണ്. ഒന്ന് കുറയ്ക്കാൻ പറയണം. ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് കുറയ്ക്കണം. അദ്ദേഹത്തിന് യോഗ്യതയുണ്ടെങ്കിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഘടകകക്ഷികൾ പറയുമല്ലോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മെജോറിറ്റി തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർ പറയുമല്ലോ. മാത്രമല്ല ഹൈക്കമാൻഡിന് ഈ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ. അതുകൊണ്ട് ഇദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നത് നിർത്തുന്നതാണ് നല്ലത്. അത് വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുകയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഇദ്ദേഹം ഈസ് നോട്ട് എ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്. രണ്ടാമത് വെള്ളാപ്പള്ളി പറഞ്ഞു ഇദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്താൽ മാത്രം മതി പിണറായിക്ക് ജയിക്കാം. ഞാനത് അടിവരയിട്ട് പറയുന്നു. ഇദ്ദേഹത്തെ മോർ വി പ്രൊജക്റ്റ് ദിസ് പേഴ്സൺ, UDF പരാജയത്തിലേക്കാണ് പോകുന്നത്. ഇത് കോൺഗ്രസിൻ്റെയും ലീഡേഴ്സും ഘടകകക്ഷികളും അതുപോലെ തന്നെ UDFൻ്റെ ലീഡേഴ്സ് ഇത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും, പ്രത്യേകിച്ച് KPCC. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിൻ്റെതായ ഇപ്പം ഞാനിപ്പം വളരെ ദൂരത്തൊരു രാജ്യത്തിരുന്ന് വീക്ഷിക്കുന്ന ഒരാളാണല്ലോ. ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധിക്കാറുണ്ട്. ഇഷ്ടമല്ല ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ VS ഇവരൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ അത് കാണാനും കേട്ടിരിക്കാനും ഒരു രസമുണ്ട്. ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ളതായ ഫേഷ്യൽ എക്സ്പ്രഷനിൽ കൂടെയും വാക്കുകളിൽ കൂടെയും അദ്ദേഹത്തിൻ്റെതായ ചിരിയൊക്കെ ഒരു കൊമേഡിയനെ പോലാണ് തോന്നുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നല്ല ഇതൊന്നും വരുന്നത്. ഇദ്ദേഹം അഭിനയിച്ച് അല്ലെ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത ഇദ്ദേഹത്തിൻ്റെതായ സംസാരത്തിൽ കൂടെ വരുന്നില്ല. എന്ന് മാത്രമല്ല, വളരെ ശക്തമായിട്ടങ്ങ് അഗ്രസീവായിട്ടങ്ങ് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെ ആക്രമിക്കുക പുള്ളി ചെയ്യുന്നത്. നമ്മൾ ഓർക്കണം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാറിൻ്റെ തുടർ ഭരണത്തിന് ഒരു പരിധിവരെ ഈ രമേശ് ചെന്നിത്തലയുടെ ആക്രമണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് ആക്രമിക്കുകയായിരുന്നു. നിയമസഭയിലാണെങ്കിലും പുറത്താണെങ്കിലും രമേശ് ചെന്നിത്തലയുടേതായ ഫേഷ്യൽ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ സംസാരവും വെറുതെ വിമർശിക്കുക. എന്നാൽ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ, ഗവൺമെൻറ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം അത് പറയുകയും ചെയ്യണമല്ലോ. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തിന് ശേഷം പിണറായി ആദ്യമായിട്ട് ഭരണത്തിൽ വന്നപ്പോൾ ഉള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. ഇദ്ദേഹം
ഭയങ്കരമായിട്ട് അങ്ങ് ആക്രമിച്ചു. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്യണം. ശശി തരൂരിനെ പലരും വിമർശിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തോന്നുമ്പോൾ അദ്ദേഹം പറയുന്നത്, അതാണ് റിയൽ പൊളിറ്റിക്സ്. നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയണമല്ലോ, കാരണം അവർ ജനത്തിന് വേണ്ടിയല്ലേ, സംസ്ഥാനത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഗ്രസീവായിട്ടുള്ള ഈ ആക്രമണം ഒന്ന് കുറച്ച് ഇനി ചെയ്യേണ്ടത് UDF എന്താണ് ചെയ്യുവാൻ പോകുന്നത്, സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്, UDFൻ്റെ വിഷൻ എന്താണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള കഴിഞ്ഞ ഇപ്പോഴത്തെ ശബരിമല വിഷയമല്ല ഇദ്ദേഹം പറയേണ്ടത്, കഴിഞ്ഞ 5 വർഷത്തെ 10 വർഷത്തെ ഈ ഗവൺമെൻറ്റിനെതിരെ വന്ന കരുവന്നൂർ മുതൽ, സ്വർണ്ണക്കൊള്ള മുതൽ, ബിരിയാണി ചെമ്പ് മുതൽ, മാസപ്പടി മുതൽ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ പുള്ളി എണ്ണിയല്ലേ പറയേണ്ടത്. ഈ ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോൾ അഴിമതിയായിട്ടുള്ള വിഷയങ്ങൾ വന്നത് 1, 2, 3 എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ട. ശബരിമല മാത്രം പറഞ്ഞാൽ പോരെയോ? അപ്പോൾ അദ്ദേഹം പിണറായിയെ ഒരു പരിധി വരെ സംരക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ പറവൂര് അദ്ദേഹം ജയിച്ച് വന്നത് ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവരോടൊരു കടപ്പാടുണ്ട്. ഇനി ഇദ്ദേഹം ഇടതുപക്ഷക്കാരനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു ആത്മാർത്ഥത നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആക്രമണത്തിൻ്റെ ശൈലിയൊന്ന് മാറ്റിയിട്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ലീഡർ സംസാരിക്കുന്ന പോലെ, കേരളത്തിൻ്റെ അടുത്ത ഒരു 10 വർഷത്തേക്കുള്ള ഈ ഇടതുപക്ഷം പിണറായി നശിപ്പിച്ച് നാരായണക്കല്ലാക്കിയ ഈ കേരളത്തെ മടക്കിക്കൊണ്ടുവരാനുള്ള UDF വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതുള്ളത് എന്നാണ് ഇദ്ദേഹം പറയേണ്ടത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ പരിശോധിച്ചാൽ, ഇദ്ദേഹം എന്തുകൊണ്ട് ഒരു സ്യൂട്ടബിൾ CM കാൻഡിഡേറ്റ് അല്ല, എന്തുകൊണ്ട് അദ്ദേഹത്തിനാകാൻ പറ്റില്ല, നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു NRI ഒരു വീക്ഷണത്തിൽ ഞാൻ പറഞ്ഞാൽ, പല വാർത്തകളും പല വീഡിയോസും ഒക്കെ കണ്ടിട്ട് നമ്മൾ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരാണ് എല്ലാവരും. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളവർ തന്നെ അവർ തുറന്നു പറയുന്നില്ലെങ്കിലും മെജോറിറ്റി ഇദ്ദേഹത്തിനെതിരാണ്. സുധാകരനായാലും ചെന്നിത്തലയായാലും അതുപോലെ തന്നെ ശശി തരൂര്, ഇങ്ങനെയുള്ള ആളുകൾ ഇദ്ദേഹത്തിനെതിരാണ്. ഇദ്ദേഹത്തെ പേടിയുള്ള, ഇദ്ദേഹം ഒരു പക്ഷേ ഇനി മുഖ്യമന്ത്രി ആയാലോ എന്ന് പേടിക്കുന്ന ആളുകൾ മാത്രമാണ് ഇദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പല ലീഡേഴ്സുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. മെജോറിറ്റി ആളുകൾ ഇദ്ദേഹത്തിനെതിരാണ് എന്ന് മാത്രമല്ല, കോൺഗ്രസ്സിലുള്ളവർ മാത്രമല്ല, UDFിലുള്ളവർ മാത്രമല്ല, NSS എതിരാണല്ലോ അദ്ദേഹത്തിന്. ഇപ്പോൾ NSS അല്ലെങ്കിൽ SNDP, ഇവരിപ്പോൾ SNDPയിലെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ എതിരായിട്ടൊന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അതുപോലെ മറുപടി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പ്രായമുള്ളൊരു മനുഷ്യനാണ്. അതിനെ ഒരു നയപരമായി ഉമ്മൻചാണ്ടിയാണ് ചിരിച്ചു കളഞ്ഞേന്, അല്ലെങ്കിൽ ഒരു ചിരിയിൽ കൂടെ അങ്ങ് കളഞ്ഞേന്. ഇപ്പം ഇദ്ദേഹം ഒരു ലീഡറാണ്. അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെതിരെ മറുപടി പറഞ്ഞ് അവരെ ഒതുക്കുകയും NSSനെ പോലെ SNDPയെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെ ഒതുക്കുകയും ചില കമ്മ്യൂണിറ്റിക്ക് മാത്രം അവിടെ പോയി അവരെ സോപ്പിടാൻ വേണ്ടി ചില കമ്മ്യൂണിറ്റിയോട് മാത്രം, ഞാനത് എൻ്റെ പ്രത്യേകിച്ച് മതവിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി അത് നമ്മൾ ഡിസ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചിലരെ മാത്രം പ്രീതിപ്പെടുത്തുകയും പ്രോമിനൻ്റ് കമ്മ്യൂണിറ്റികളെ UDFിൽ നിന്ന് അകത്തുകയും ചെയ്യുന്ന ഒരു രീതി ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഇദ്ദേഹത്തിന് കിട്ടത്തില്ല. ശക്തമായിട്ടുള്ള എതിർപ്പുകളാണ് NSSൻ്റെ ഭാഗത്തുനിന്നും SNDPയുടെ ഭാഗത്തുനിന്നും മറ്റു പലരിൽ നിന്നും ഇദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇദ്ദേഹത്തെ പരിഗണിക്കാനായിട്ട് പറ്റില്ല. അതുമാത്രമല്ല, നിങ്ങൾ കുറച്ച് സമയമെടുത്ത്, എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ, നിങ്ങൾ കുറച്ച് സമയമെടുത്ത് ഇദ്ദേഹത്തിൻ്റെതായ വീഡിയോകളുടെ, ഇദ്ദേഹത്തിൻ്റെ റീൽസിൻ്റെയും വീഡിയോകളുടെ അടിയിൽ വരുന്ന കമൻറ്റുകളൊന്ന് വായിച്ച് നോക്കണം. ആരെങ്കിലും ഒരു റിസർച്ച് ചെയ്ത് ഈ കമൻറ്റുകളെല്ലാം കൂടെ ഒന്ന് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ കേരളക്കാർക്ക് കാര്യം മനസ്സിലായേനെ. ഇദ്ദേഹത്തെ പബ്ലിക് അക്സെപ്റ്റ് ചെയ്യുന്നതേയില്ല. എന്നെപ്പോലുള്ള കോടിക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് വാസ്തവം. അപ്പോൾ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ വിഷയങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ധാർമ്മികമായ ചില ജാഗ്രത കുറവ് വന്നിട്ടുണ്ട്. അത് ഈ വിഷയങ്ങളെല്ലാം, ഇപ്പോൾ ഉണ്ടായ വിഷയങ്ങളെല്ലാം ആളുകൾ പൊക്കിക്കൊണ്ട് വന്നതാണ്. അത് കുറച്ച് മീഡിയക്കാരും റിപ്പോർട്ടറും അതുപോലെ തന്നെ VD സതീശനും അദ്ദേഹത്തിൻ്റെ മകളെ പോലെ കാണുന്ന ആളും പിന്നെ KPCCയിൽ തന്നെ ഉള്ള ചില രാഹുലിനോട് അസൂയയോ അല്ലെങ്കിൽ പിണക്കോ ഉള്ള ചില സ്ത്രീകളും പിന്നെ കോൺഗ്രസ്സിൽ നിന്ന് പിരിഞ്ഞു പോയ മുമ്പ് കാൻഡിഡേറ്റായിട്ട് മത്സരിച്ച MLAയും ഇവരെല്ലാം കൂടെ ചേർന്നിട്ട്
രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു നട്ടല്ലായിരുന്നു. മീഡിയയിലാണെങ്കിലും സമരം നയിക്കുന്നതിലാണെങ്കിലും ഒരു ഫ്യൂച്ചർ ലീഡർ, കോൺഗ്രസിനെ മുമ്പോട്ട് നയിക്കാനുള്ള ഒരു താരോദയമായിരുന്നു അദ്ദേഹം. ഈ വാസ് എ റൈസിങ് സൺ, ഉദിച്ചു വരുന്ന ഒരു സൂര്യനായിരുന്നു. അപ്പോൾ അതിനെ കൃപേഷിനെ പോലെ, ശരത് ലാലിനെ പോലെ അവരെ കൊലപ്പെടുത്തിയതുപോലെ ഇദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിൻ്റെ മണ്ട നുള്ളുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെയും പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അതിന് വി ഡി സതീശൻ കളമൊരുക്കി എന്ന് വേണം നമുക്ക് പറയാൻ. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കേ, ഇദ്ദേഹം ഒരു CM-ൻ്റെ കാൻഡിഡേറ്റായിട്ട് നമ്മൾ അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ നമുക്കെങ്ങനെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റുന്നത്? ഇദ്ദേഹം പാലക്കാട് ഇലക്ഷനിൽ വെച്ച് രാഹുൽ ജയിച്ചു കഴിഞ്ഞപ്പം നമ്മൾ കണ്ടതാണ്, അദ്ദേഹം ഷാഫിയുടെ കൂടെ നിന്ന് രാഹുലിന് ഉമ്മ കൊടുക്കുന്നു. അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നേരത്തെ ഇതിന് അറിയാമായിരുന്നല്ലേ പറയുന്നത്, അവിടെ വെച്ച് എന്തിനാ ഉമ്മ കൊടുത്തേ? അപ്പം ബൈബിളിൽ പറയുന്നുണ്ട്, യൂദ യേശുക്രിസ്തുവിനെ ചുംബിച്ചതിന് ശേഷമാണ് പോയി എന്ത് ചെയ്യുന്നത്, ഒറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ ഒരു യൂദാസ് എന്ന് വേണം വിളിക്കാൻ. ഒതുക്കീശൻ എന്നൊക്കെയുള്ള അങ്ങനെയൊന്നും ഞാൻ വിളിക്കുകയല്ല. അദ്ദേഹത്തെ ഒതുക്കീശൻ എന്നുള്ള പേര് യോജിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഈ രാഹുലിനെ സത്യത്തിൽ ഒതുക്കുക അല്ലെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അവിടെ ചുംബനം കൊടുക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, കാലുവാരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, കോൺഗ്രസ്സിന് ആവേശമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, കോൺഗ്രസിൻ്റെ അഭിമാനവും ആഗ്രഹവുമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, കോൺഗ്രസ്സിന് വേണ്ടി തല്ലുകൊണ്ട, ജയിലിൽ കിടന്ന, പുറം അടിച്ച് തകർക്കപ്പെട്ട, പോലീസിൻ്റെ അടികൊണ്ട, വിവാഹം പോലും കഴിക്കാത്തൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് വന്നിട്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പുറത്താക്കി. ഒന്നാമത്തെ വിഷയത്തിൽ ജാമ്യം റദ്ദാക്കിയെന്ന് വന്നപ്പം തന്നെ അദ്ദേഹത്തെ പുറത്താക്കി. ഇപ്പം ജാമ്യം കൊടുത്തില്ല, എന്താ തിരിച്ചെടുക്കാതെ? അതിനുവേണ്ടി എന്തെങ്കിലും മുൻകൈ ഇദ്ദേഹം എടുത്തു? അദ്ദേഹത്തിൻ്റെ തന്നെ മകളെ പോലെ പുള്ളി കാണുന്ന ആൾ മീഡിയയുടെ മുമ്പിൽ വരുന്നു. അതിനുശേഷം കേരളത്തിൽ കോളിളക്കം അല്ലേ ഉണ്ടായത്. അതിനുശേഷം 3-4 മാസങ്ങൾ ഒരു ആദ്യത്തെ പരാതിക്കാരിയായ പെൺകുട്ടിയെ പലരും ശക്തമായിട്ട് അവളെ സമ്മർദ്ദം ചെലുത്തുന്നു. 3 മാസത്തിലധികം അവൾ പരാതി കൊടുത്തില്ല. ഈ സമ്മർദ്ദം ചെലുത്തി ശക്തമായി പ്രലോഭിപ്പിച്ചിട്ടാണ് ആ പെൺകുട്ടി പരാതി കൊടുത്തത്. ഒരു സത്യത്തിൽ പറഞ്ഞാൽ ആ ചെറുപ്പക്കാരനോട് ചെയ്തത് ഒരു കഷ്ടമാണ്. ഒടുവിൽ ഇദ്ദേഹത്തെ പരിഗണിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് ഈ AICC ലീഡർഷിപ്പിനോട്, നമ്മുടെ ഏതെങ്കിലും കോൺഗ്രസ് ലീഡേഴ്സ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ AICC ലീഡർഷിപ്പിനോട് പറയേണ്ടത്, പ്രത്യേകിച്ച് KC വേണുഗോപാലിനോട് പറയേണ്ടത്, അദ്ദേഹം ഇനിയൊരു UDF ജയിച്ച് ഇനി ഹൈക്കമാൻഡ് ഒരു കാൻഡിഡേറ്റായിട്ട് പൊക്കോ, CM കാൻഡിഡേറ്റായിട്ട് പൊക്കോ എന്ന് പറഞ്ഞാൽ പോലും KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരരുത് എന്ന് മാത്രമേ ഞാൻ പറയൂ. അദ്ദേഹത്തിന് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു നല്ല ഭാവിയുള്ള മനുഷ്യനാണ്. അവിടെ അദ്ദേഹത്തിന് സംഘടനാ ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കാൻ കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഒരു ചാൻസാണ്. അദ്ദേഹം സെൻട്രലിൽ നിന്നുകൊണ്ട്, എനിക്ക് തോന്നുന്നു ഈ മോദി സർക്കാർ തന്നെ 5 വർഷം തികയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെതായ ലീഡർഷിപ്പിൽ ഒരു ഭരണം സെൻട്രലിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്ററായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ തൃണമൂൽ മമത വരികയാണെങ്കിൽ, ഒരു ഹോം മിനിസ്റ്റർ ചാൻസ് ഉള്ള ഒരാളാണ് വേണുഗോപാൽ, KC വേണുഗോപാൽ. ഇനി 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരിക്കലും ഇനി BJP വരാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്ന, വേൾഡ് വൈഡിലും ഇന്ത്യയിലും പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം കൂടുതൽ ശക്തി ആർജിക്കുകയാണ്. അദ്ദേഹം തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അദ്ദേഹം ഒരു പ്രൈം മിനിസ്റ്ററായിട്ട് വന്നാൽ ഷാഡോ പ്രൈം മിനിസ്റ്ററായിട്ടും ഹോം മിനിസ്റ്ററായിട്ടും സെൻട്രൽ ഇന്ത്യയെ നയിക്കേണ്ട ഒരാളാണ് KC വേണുഗോപാൽ. അദ്ദേഹം കേരളത്തിലേക്ക് ചുരുങ്ങിപ്പോകരുത്. അദ്ദേഹം ചെയ്യേണ്ടത് സെൻട്രൽ കേന്ദ്രീകരിക്കുകയും VD സതീശനെ ഏതെങ്കിലും വിധത്തിൽ UDFന് വിജയമുണ്ടായാൽ അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുത്തിയാൽ കോൺഗ്രസിൻ്റെ അധപ്പതനമായിരിക്കും, പരാജയമായിരിക്കും. ഇദ്ദേഹം നശിപ്പിക്കും, കേരളത്തെ നശിപ്പിക്കും, കോൺഗ്രസിനെ നശിപ്പിക്കും, സർവ്വതും നശിപ്പിക്കും, രാഹുലിനെ നശിപ്പിച്ച പോലെ. അതുകൊണ്ട് KC വേണുഗോപാൽ ചെയ്യേണ്ടത്, ബഹുമാനപ്പെട്ട ശശി തരൂരിനെ എനിക്ക് ഇന്ന് വരെ ഒരു കറസ്പോണ്ടൻസ് പോലും ആകെ അദ്ദേഹത്തിന് അയച്ചിട്ടുള്ളത് ഒരു ഇമെയിൽ മാത്രമാണ് ഞാൻ അയച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു രീതിയിലും കണ്ടിട്ടില്ല, മീറ്റിങ്ങുകൾ നടത്തിയിട്ടില്ല. പക്ഷേ കേരളത്തെ സ്നേഹിക്കുന്ന ഞാൻ, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നു UN ഇരുന്നിട്ടുള്ള
ഹയസ്റ്റ് എഡ്യൂക്കേഷനുള്ള, കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നന്നായിട്ട് അറിവുള്ള, ഈ ചീഞ്ഞ പൊളിറ്റിക്സ് ഒന്നുമില്ലാത്ത ഈ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണുഗോപാൽ മുൻകൈ എടുക്കണം. എന്ന് മാത്രമല്ല ഈ രമേശ് ചെന്നിത്തലയും VD സതീശനും, രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഏതെല്ലാം എല്ലാ സ്ഥാനങ്ങളിലും ഇരുന്നിരുന്ന് അദ്ദേഹവും ഈ ഉണ്ണിത്താനും മുരളീധരനും ഇവരെല്ലാം അവരുടെ ടൈം കഴിഞ്ഞവരാ. അവർ തിരശ്ശീലയ്ക്ക് പുറത്തേക്ക് പോകേണ്ടവരാ. രാഹുലിനെതിരെ പരാതി കൊടുത്ത ദിവസം ഇവരെല്ലാം കൂടെ അല്ലേ രംഗത്ത് വന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്, പെട്ടെന്ന് പറയാം. ഈ രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നല്ലോ. ഈ രാഹുൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാന ലീഡർ ആയിരുന്നല്ലോ. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നു. അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചില്ല, ടൈം കൊടുത്തില്ല, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, പുറത്താക്കി. എല്ലാം അവിടെ നിൽക്കട്ടെ. ഈ ഉണ്ണിത്താനും മുരളിയും കോൺഗ്രസ്സിലെ VD സതീശനെ അനുകൂലിക്കുന്നതായ ചില സ്ത്രീ നേതാക്കൾ, ഉമാ തോമസ്, അതുപോലെ തന്നെ കൊല്ലത്തെ ബിന്ദു, അവരുടെ പേര് ബിന്ദു എന്നാണ്, അവരെ, അതുപോലെ തന്നെ ഷഹനാസ, ഇങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ണിത്താനെ, മുരളി ഇവരെല്ലാം കൂടെ മീഡിയയുടെ മുമ്പിൽ വന്ന് ആക്ഷേപിച്ചപ്പോൾ VD സതീശന് ഒരു വാക്ക് പറയാമായിരുന്നല്ലോ. കാര്യം ശരിയാണ്, അദ്ദേഹത്തെ നമ്മൾ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കി. അദ്ദേഹം ഒരിക്കൽ നമ്മുടെ ഒരു പ്രോമിനൻ്റ് ലീഡറായിരുന്നു, കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ്. മീഡിയയുടെ മുമ്പിൽ വന്ന് നിങ്ങൾ ഇങ്ങനെ പറയുന്നതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞോ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി ത്യാഗം സഹിച്ച ചെറുപ്പക്കാരനെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയാത്ത, അദ്ദേഹത്തെ പാര വെച്ച് ഒതുക്കിയ ഈ മനുഷ്യൻ എങ്ങനെയാണ് കേരളത്തെ രക്ഷിക്കാൻ പോകുന്നത്? നിങ്ങളൊന്ന് പറ. ഒരു കാരണവശാലും അദ്ദേഹത്തിന് കേരളത്തിന് വേണ്ടി, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ശശി തരൂരിനെ മുമ്പോട്ട് പ്രൊജക്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ലെങ്കിൽ K സുധാകരൻ. പിന്നെ ഷാഫി കഴിവുള്ള ആളാണ്, അദ്ദേഹത്തിന് അതിനുള്ള ടൈമായിട്ടുള്ള ഒരു 5 വർഷം കൂടെ അദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. രാഹുൽ മാങ്കൂട്ടം, അതുപോലെ ഷാഫി, ഇവരൊക്കെ ഒരു 5-10 വർഷം കഴിഞ്ഞ് ഒരു CM പോസ്റ്റിലേക്ക് വരേണ്ടവരാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഈ 60 വയസ്സ് കഴിഞ്ഞ ഈ VD സതീശന് ഇനി ഒരു 20 വർഷം കൂടെ, 20-25, ഇപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നുള്ളൂ, 83 വയസ്സെങ്ങാണ്ടുണ്ട്. അപ്പോൾ ഈ ഒരു 25 വർഷം കൂടെ VD സതീശന് ഈ ലീഡർഷിപ്പിൽ തുടരണമെങ്കിൽ ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ചാണ്ടിയുമ്മൻ്റെയൊക്കെ അടിവേര് വെട്ടണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം അതിന് മുന്നിട്ടിറങ്ങിയിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനെ ആളുകളെ കൊണ്ട് പൊക്കിയെടുപ്പിച്ച് കാശും കൊടുത്ത് കൊണ്ടു നടക്കുന്നത്. ഇത് സത്യത്തിൽ കേരളത്തിന് അപമാനമാണ്, കോൺഗ്രസ്സിന് നഷ്ടമാണ്, UDFന് ഒരു ശാപമാണ്. നമ്മുടെ ഈ ഓഡിയോ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞാൻ അപേക്ഷിക്കുന്നു, അതായത് ചുവരില്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റത്തില്ല. കോൺഗ്രസിനോടുള്ള സ്നേഹമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനും കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. എൻ്റെയൊക്കെ ഓർമ്മയുള്ള എൻ്റെ വല്യപ്പച്ചൻ്റെ കാലം തൊട്ട് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന, കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്ത് പറയുന്നത്. അമേരിക്കയിൽ ഉള്ള ഞങ്ങൾക്ക് സമയം ഉണ്ടായിട്ടല്ല, ഇവിടെ മിനിറ്റിനാണ് കാശും മിനിറ്റിന് വിലയുണ്ട്. അങ്ങനെയാണ് ഇവിടെ നമുക്ക് ടൈമില്ല. പക്ഷേ രാഹുലിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു മടങ്ങിവരവുണ്ട്. നിങ്ങളെ ആർക്കും ഒതുക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ കാലഘട്ടത്തിൻ്റെ ഒരു ഉദയമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം പ്രസിഡൻ്റ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം പ്രസിഡൻ്റ് ആകത്തില്ല എന്ന് പറഞ്ഞവരുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തവരുണ്ട്. എത്രയോ കേസുകളായിരുന്നു. അദ്ദേഹത്തിന് ജയിലിൽ വരെ, പോലീസിൻ്റെ അടുത്ത് വരെ പോകേണ്ടി വന്നു, ഫിംഗർ പ്രിൻ്റ് എടുക്കേണ്ടി വന്നു. ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരത്തില്ല എന്ന് ഒരുപാട് പേര് ചിന്തിച്ചു. പക്ഷേ അദ്ദേഹം മാത്രം തിരിച്ച് ചിന്തിച്ചു. അദ്ദേഹം ചിന്തിച്ചു, ഐ ആം നോട്ട് ഗോയിങ് ടു ഗീവ് അപ്പ്, ഐ വിൽ കം ബാക്ക്, ഞാൻ തിരിച്ചു വരും, ഈ കേസുകളൊന്നും നിലനിൽക്കത്തില്ല. അദ്ദേഹത്തിന് ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർ വരെ അദ്ദേഹത്തിനെതിരായപ്പോഴും അദ്ദേഹം ശക്തനായിട്ട് നിന്നു. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുമില്ലെന്ന് ഓർക്കണം. നിങ്ങളുടെ സുഹൃത്തായ ഷാഫി പോലും നിങ്ങൾക്ക് വേണ്ടി പബ്ലിക്കായിട്ട് സംസാരിക്കുന്നില്ല, അല്ലെ KPCCയിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല. ഇലക്ഷൻ ലിസ്റ്റ് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരില്ല. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇന്ന് നിങ്ങളുടെ പിതാവില്ല, നിങ്ങളുടെ മാതാവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ശ്രീനാദേവിയോ അല്ലെങ്കിൽ രാഹുൽ ഈശ്വരോ അല്ലെങ്കിൽ സുനിൽ i2i ന്യൂസ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിൽക്കണം. നിങ്ങൾക്ക് ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ. ഈ ഇലക്ഷനിൽ നിങ്ങൾ മത്സരിച്ചില്ലെങ്കിൽ നിങ്ങൾ തിരശ്ശീലയ്ക്ക് പുറത്തേക്ക് പോകും.
നിങ്ങളുടെ പേര് പോലും ഇനി ആരും ഓർക്കത്തില്ല. നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്, നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. യു ഗോ ടു ദ പീപ്പിൾ. നിങ്ങൾ ജനങ്ങളിലേക്ക് പോകുക. കോടതി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിച്ചു. നൗ യു ഗോ ടു ദി പബ്ലിക്. ജനങ്ങളിലേക്ക് പോകുക. ജനസമ്മതി നിങ്ങൾക്ക് ഏറ്റവും ഹൈ ലെവലിൽ 85% നിൽക്കുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായ ആ വീഡിയോകളുടെ അല്ലെങ്കിൽ ഓഡിയോകളുടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുടങ്ങിയതായ ആ പേജുകൾ നിങ്ങൾ നോക്കിക്കേ. 10,000-കണക്കിന് ആളുകളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മമാർ, സഹോദരിമാർ, അഡ്വക്കേറ്റ്സ്, ഫിലിം ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ, വിദേശ രാജ്യങ്ങളുള്ളവർ, എത്രയോ പേരാണ്. ഞങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിദേശ മലയാളികൾ അവിടെ വന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. ഇലക്ഷൻ ഫണ്ടിലേക്ക് നിങ്ങൾ ഒരു പബ്ലിക് ഫണ്ട് ഇട്ടാൽ ആ ഫണ്ടിലേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾ പബ്ലിക് ഫണ്ട് ഫേസ്ബുക്കിൽ ക്രിയേറ്റ് ചെയ്യണം. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്, വന്ന് പ്രവർത്തിക്കാൻ റെഡിയാണ്. ഖത്തറിലുള്ളവർ, ഞാൻ സംസാരിക്കുന്നുണ്ട്, ഖത്തറിലുള്ളവർ, ദുബൈയിലുള്ളവർ, ഓസ്ട്രേലിയയിലുള്ളവർ വരെ വന്ന് നിങ്ങളുടെ ഇലക്ഷൻ കമ്പയിന് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു വ്യക്തിയും, അതുമാത്രമല്ല ഇന്ന് നിങ്ങളാണ് തകർക്കപ്പെടുന്നതെങ്കിൽ നാളെ തകർക്കപ്പെടാൻ പോകുന്നത് ഷാഫിയാണ്. ഇന്ന് നിങ്ങളാണ് തകർക്കപ്പെടുന്നതെങ്കിൽ നാളെ തകർക്കപ്പെടാൻ പോകുന്നത് ചാണ്ടി ഉമ്മനാണ്. അത് കോൺഗ്രസിന് നല്ലൊരു മെസ്സേജ് അല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ഒരു പിതാവും നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങൾ മത്സരിക്കണം. ഇനി കെ മുരളീധരനല്ല, രാഹുൽ ഗാന്ധിയെ കൊണ്ട് നിർത്തിയാലും നിങ്ങൾ മത്സരിക്കണം. കാരണം ഇതൊരു സൗഹൃദ മത്സരമാണ്. വി ഡി സതീശനില്ലാത്ത എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്കുള്ളത്? അദ്ദേഹത്തിന് നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും കോൺഗ്രസിനോടുള്ള സ്നേഹം അവിടെ ഇരിക്കട്ടെ, അത് നിങ്ങൾ കളയണ്ട. കോൺഗ്രസിനോടുള്ള സ്നേഹം നിങ്ങൾക്ക് നിലനിർത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ ഇലക്ഷനിൽ മത്സരിക്കുക. അല്ലെങ്കിൽ പിണറായിക്ക് ഒരു തുടർ ഭരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് അടിയൊഴുക്കുകൾ നിങ്ങൾ മനസ്സിലാക്കരുത്. വി ഡി സതീശൻ്റെ ഈ പോക്ക് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്, പിണറായിക്ക് തുടർ ഭരണം ഒരുക്കുവാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മത്സര രംഗത്തേക്ക് ഇറങ്ങണം. നിങ്ങൾക്ക് കോൺഗ്രസിനോട് സപ്പോർട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഒരിടത്തല്ല 2 മത്സരിക്കണം. നിങ്ങൾ പാലക്കാട് മാത്രമല്ല മറ്റൊരു സേഫായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾ നിയമസഭയിലേക്ക് വരണം. നിങ്ങളെ ആക്ഷേപിച്ചവരുടെ മുമ്പിൽ കൂടെ നിങ്ങൾ MLA എന്നുള്ള ബോർഡ് വെച്ച് പോകണം. നിങ്ങൾക്കിപ്പോൾ ഔദാര്യമായിട്ട് കിട്ടിയ വി ഡി സതീശൻ്റെയും മറ്റുള്ളവരുടെ ഔദാര്യമായിട്ട് കിട്ടിയ MLA പൊസിഷനിലല്ല നിങ്ങൾ മത്സരിച്ച് ജനങ്ങൾ തരുന്ന പാലക്കാട് ജനങ്ങൾ നിങ്ങളെ കൈവിടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ പാലക്കാട് ഉണ്ടാകുന്ന ആ മട്ട റൈസാണ് ഞാൻ കഴിക്കുന്നത്. അവിടെയുള്ളവർ അധ്വാനിക്കുന്നവരാണ്. അവിടെയുള്ളവർ ഒരമ്മ നിങ്ങളെ പിടിച്ച് ഉമ്മ തരുന്നത് വീഡിയോയിൽ കൂടെ ഞാൻ കണ്ടതാണ്. പാലക്കാടുള്ള മനുഷ്യർ സ്നേഹമുള്ളവരാണ്. നിങ്ങൾ അവിടെ മത്സരിച്ചില്ലെങ്കിൽ ഏത് വ്യക്തി, കോൺഗ്രസിൽ നിന്ന് ഇനി മുരളീധരനല്ല വി ഡി സതീശൻ വന്ന് മത്സരിച്ചാലും അവിടെ തീർച്ചയായിട്ടും BJPയുടെ സ്ഥാനാർത്ഥി വിജയിക്കും. നിങ്ങൾക്ക് പകരമായിട്ട് 2 പേരേ ഉള്ളൂ അവിടെ കോമ്പീറ്റ് ചെയ്യാൻ. ഒന്ന് കെ സുധാകരനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും കെ സുധാകരനും മത്സരിക്കാതെ ഏത് ലീഡർ അവിടെ വന്ന് മത്സരിച്ചാലും അവിടെ വിജയം ഉണ്ടാകാൻ പോകുന്നത് BJPക്കായിരിക്കും. നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളവിടെ മത്സരിക്കണം. നിങ്ങൾ മത്സരിച്ചാൽ കോൺഗ്രസ് ജയിക്കുന്ന പോലെ തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും ഇനി ഒരൊറ്റ വ്യക്തിയുടെ ഒപ്പീനിയൻ നിങ്ങൾ ചോദിക്കരുത്, ആരുടെ പ്രലോഭത്തിന് വഴങ്ങരുത്. നിങ്ങൾ അടുത്ത 2 സ്ഥാനങ്ങളിൽ നിങ്ങൾ മത്സരിക്കണം. സുനിൽ സാറ് പറയുന്ന കാര്യത്തെ ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ കമ്മ്യൂണിറ്റിയെ ഈ പിണറായി ഭരണത്തിൽ രക്ഷിക്കാനും വി ഡി സതീശൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനും ബഹുമാനപ്പെട്ട സുനിൽ സാർ എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായിട്ട് ഒരിക്കൽ കൂടെ സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഐ സേ ബൈ. താങ്ക് യു വെരി മച്ച്. പ്രിയമുള്ളവരെ, സതീശനാൽ വന്ധ്യംകരിക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ സകല ശേഷിയും നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഒന്ന് ഉണർന്നാട്ടെ. അല്ലെങ്കിൽ ഈ കേക്കച്ചൻ നിങ്ങളെ മൊത്തത്തിൽ പിണറായിക്ക് തൂക്കി വിൽക്കും ഉറപ്പ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.